ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും 2 വീലേഴ്സ് അല്ലെങ്കിൽ 4 വീലേഴ്സ് ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മൾ നല്ല ഭംഗി പോലെ നമ്മുടെ വണ്ടികൾ മെയിൻറ്റെയിനും ചെയ്യും. എന്നാൽ അതിൽ എല്ലാ പാർട്സിനെയും പോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ഒരു ഷൈനിങ് കിട്ടാത്തൊരു പാർട്ടാണ് നമ്മൾ ടയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടയർ ഒരു ഷോറൂം കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് എങ്ങനെ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് നമ്മൾ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ശേഷം ഒരു ആഫ്റ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വെച്ചു, എത്രത്തോളം നിങ്ങളുടെ വണ്ടി ഷൈൻ ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000 കിലോമീറ്റേഴ്സ് വരെ സിംഗിൾ യൂസിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു പോളിഷാണ് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള 2 പയ്യന്മാർ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്, ഒരു എൻ്റർപ്രണർ ബിസിനസ് ആയിട്ടുള്ളതാണ് ഈ ഒരു ടയർ പോളിഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് ജംഗ് ടയർ പോളിഷ് എന്നാണ്. ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ, ID കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ കൊടുക്കാം. നമ്മൾ ഇവർപ്പോലുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ടയറുകളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ടയർ പോളിഷാണ് നിങ്ങൾക്ക് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാടധികം ടയർ പോളിഷ് ഉണ്ടെങ്കിലും ഏറ്റവും നൈസായിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടയർ പോളിഷാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. മുഴുവനായിട്ട് കാണിക്കാതെന്ന് വെച്ചാൽ വീഡിയോ ലെങ്തായി പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും ടയർ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ജംഗിൻ്റെ ടയർ പോളിഷ് എടുക്കുക. ഇതിന് ഒരു ബോട്ടിലിന് ഏകദേശം 140 റുപ്പീസാണ് വരുന്നത്. കൊറിയർ ചാർജ് അടക്കം 190 റുപ്പീസ് വരും പെർ ബോട്ടിൽ. ഒരു ബോട്ടിൽ ഏകദേശം 500 ml ആണ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ ഒരു 10,000 കിലോമീറ്റേഴ്സ് പോയാലും നമുക്കൊരു 2,000 കിലോമീറ്റേഴ്സിൽ സ്പ്രേ ചെയ്താലും നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ടയർ പോളിഷാണ് ജംഗിൻ്റെ ടയർ പോളിഷ്. അപ്പോൾ അത് വരുമ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ബോട്ടിലേമർ ലോക്ക് ഉണ്ട്, അതായത് സ്പ്രേ ആവാതിരിക്കാനും അത് ലോക്ക് ഒഴിവാക്കിയിട്ട് സ്പ്രേ ചെയ്യാനുള്ള, കാരണം ഇത് കെമിക്കലാണല്ലോ ബേസിക്കലി. അപ്പോൾ നമുക്കതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കോട്ടൻ്റെ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ സ്പോഞ്ചോ എടുത്തിട്ട് സിമ്പിളാണ്, നമ്മളാ പറഞ്ഞില്ലേ ഭാഗങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മഴ ആയതുകൊണ്ട് നല്ല രീതിക്ക് ചളിയും മണലും എല്ലാം ഉണ്ടാവും. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. ടയർ നല്ല എന്താ പറയുക കറാന്നിരിക്കും. നമ്മൾ വാങ്ങിച്ച ടയറിനെക്കാട്ടിലും ഒരു ബെറ്റർ ഷൈനിങ് ഇതിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു. ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി താഴ്ഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല സ്പ്രേ ചെയ്യുക, കാരണം നല്ലൊരു എമൗണ്ടിൽ സാധനമുണ്ട്. അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ലാഭമാണ്. അപ്പോൾ എന്നിട്ട് നൈസായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പോഞ്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താലും മതി. ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർ ഷാമ്പു തന്നെ ഇട്ട് ഒരതാറാണ് പതിവ്. തുണിക്ക് പകരം നമ്മുടെ ചകിരിയിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ടയറിൽ കഴുകിയിട്ടാണ് ഞാൻ ടയർ നല്ല രീതിക്ക് അങ്ങനെ കറപ്പിക്കാറ്. പക്ഷേ ഇത്തരം ടയർ പോളിഷുകൾ കുറച്ചുകൂടി വില ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ, റാൻഡായിട്ട് കണ്ടൊരു വീഡിയോ ശേഷമാണ് ഇത് റീൽ ചെയ്യുന്ന പയ്യന്മാരില്ലേ, അതുകൊണ്ട് എന്താ ഇവരിത് ചെയ്യുന്നത് നോക്കിയപ്പോഴാണ്. ഇത് അവരുടെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത്തരം ബിസിനസ്സുകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ഇത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ എനിക്കതിൽ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം തന്നെയാണ് കാണിക്കുന്നത്. ഏതാണ്ട് ഇത്രയൊക്കെ ഉണ്ടാവും. ഇതാ വെള്ളത്തിൻ്റെയും കൂടെ ഒരു ഗ്ലൈസിങ്ങും പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തതിൻ്റെ ഒരു ഗ്ലൈസിങ്ങും കൂടെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റിൽ ടാബിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് സീറ്റിലും കൂടെ ഒന്ന് അടിച്ച് നോക്കി. എൻ്റെ 4-5 വർഷത്തിന് പഴക്കമുണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൂടെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഷൈനിങ് കിട്ടിയ പോലെ തോന്നി. ഞാൻ വെറുതെ യൂസ് ചെയ്തിട്ടാണ് ഒരു കൗതുകത്തിൻ്റെ പേരിൽ. നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് പറയില്ല, ടയർ പോളിഷ് ടയറിന് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.